ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞാൽ പിന്നെയുള്ള വിളവെടുപ്പ് ഉത്സവമാണ് വിഷു. മേടമാസം 1-ാം തീയതിയാണ് വിഷു. വിഷുവിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുല്യം എന്നാണ്. അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷു. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വിഷു എന്ന് പറയുന്നത് നമുക്ക് വിളവെടുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചെറിയ തോട്ടത്തിൽ എന്തൊക്കെയാണോ ഉള്ളത്, നമ്മുടെ വിഷു ആഘോഷിക്കുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ നമുക്കിന്ന് വിളവെടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വിളവെടുപ്പിലേക്ക് പോകാം. ആദ്യം നമുക്കിതേ നമ്മുടെ വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഈ പാവയ്ക്ക എടുക്കാം കേട്ടോ. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് 2 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്നാക്കെ ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ദേ ഇവിടെ വരുമ്പം നമുക്ക് കുറച്ച് പച്ചമുളകുണ്ടേ. അപ്പോൾ ഈ പച്ചമുളക് ചെടിയെ മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നിടത്തേലുമൊക്കെ പച്ചമുളകുണ്ട്. അപ്പോൾ ഞാൻ ഈ പച്ചമുളക് എല്ലാം കൂടെ പറിച്ച് തീർത്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ ഒത്തിരി പോകില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കാവേ. അപ്പോൾ പറിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത്രയും മുളക് വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ കുറച്ച് പാവയ്ക്കയും പയറും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇത് പാവയ്ക്ക കിടക്കുന്നുണ്ടോ കണ്ടോ. ഈ പാവയ്ക്ക കൂടെ നമുക്കങ്ങ് വിളവെടുക്കാവേ. ഇതും വിളഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ചുവന്ന കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 5-6 കോവയ്ക്കയുണ്ടേ. അപ്പോൾ അവിയലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ കോവയ്ക്ക അതിനകത്തിടാം. ഇതിൽ കുറച്ച് മുളകുണ്ടേ. അപ്പോൾ നമുക്ക് ആ മുളകും കൂടെ പറിച്ചെടുക്കാം. കൊടുംവേനലൊക്കെ വന്ന കാരണമുണ്ടല്ലോ, ഈ ഇത്തരത്തിലുള്ള ഫലങ്ങൾക്കൊക്കെയും വലിപ്പം കുറഞ്ഞു. കാരണം ഈ ടെറസേ നട്ട ചൂടല്ലേ കിട്ടുന്നത്. എത്ര വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും ആ വെള്ളത്തിൻ്റെ തണുപ്പൊന്നും ഇവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതും കൂടെ പറിച്ച് തീർത്തിട്ട് കാണിക്കാം. ഇതേ കുറേ മുളകുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാവോ. ഞാൻ കണ്ടോ, ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, അത് പറിച്ചെടുത്തിട്ട് കാണിക്കാം. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വൈജയന്തി പയറാണേ. കണ്ടോ, വൈജയന്തി പയറാണ്. ഇതിൻ്റെ വിത്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒത്തിരി അധികം ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. നമ്മളിത് ഈ പയർ ചെടിക്കാണെങ്കിൽ വളം ഇടുന്നതൊക്കെ കാണിച്ചതാണേ. അപ്പം പൂ വിരിഞ്ഞ് ശരിക്കും അങ്ങോട്ട് ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒത്തിരി അധികം ഒന്നും പറിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ കിടക്കുന്നത് അല്ലേ. ഇതുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഒരു കൊലയിൽ തന്നെ 2, 3 ഒക്കെ വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇച്ചിരി പാകമായത് മാത്രമാണ് ഞാൻ വിളവെടുക്കാൻ പോകുന്നത്. അപ്പം അതേ കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു തോരൻ വെക്കാനുള്ള കിട്ടും. കണ്ടോ, 5-6 പച്ചപ്പയറൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പച്ചപ്പയറാണ്. അപ്പോൾ ഈ പയറിൻ്റെ വിത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ തരുന്നതിനകത്ത് മെസ്സേജ് ഇടണേ. നമ്മളെ കമൻറ്റ് നോക്കിയിട്ടല്ല, വാട്സാപ്പ് നമ്പറിൽ വരുന്ന മെസ്സേജ് നോക്കിയിട്ടാണ് വിത്തുകൾ അയച്ചു തരുന്നത്. ഇനി ഇത് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതുപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷേ പാകമായിട്ടില്ല. നമുക്ക് അപ്പുറത്തൊരു ചോട് പയറുണ്ട്, അതിലേയും കൂടെ കൂട്ടി പറിച്ചെടുക്കാം. നമുക്കിതേ ഈ കുമ്പളങ്ങയും കൂടെ വിളവെടുത്തേക്കാവേ. കുമ്പളങ്ങ നമുക്ക് ഓലം വെക്കാനോ മോരുകറി വെക്കാനോ ഒക്കെ ഉപയോഗിക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള നെയ്ക്കുമ്പളമാണ്. നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, തരാം. ഇവിടെ നമുക്ക് 2 ചെറിയ പടവലങ്ങയുണ്ടേ, മുറിച്ചെടുക്കാം. ദേ 2-3 പയറുണ്ട് ഇവിടെ. അതും കൂടെ നമുക്കങ്ങ് വിളവെടുത്തേക്കാം. കണ്ടോ, ഈ പടവലങ്ങയും കൂടെ നമുക്ക് വിളവെടുക്കാവേ. പടവലങ്ങയുടെ കൂടെ ഉണ്ടല്ലോ, ഇത് കണ്ടോ കണ്ടോ, ബട്ടർനട്ടാണേ. പിന്നെ ഇത് ഇവിടെ കൂടിനകത്തുണ്ട്. കണ്ടോ, ഇതാണ് ശരി ഷേപ്പ്, പക്ഷേ വലിപ്പക്കുറവായിന്. കണ്ടോ, സൂപ്പറല്ലേ, സൂപ്പറായിട്ടുള്ള ബട്ടർനട്ടാണ്. നല്ല കറക്റ്റ് ഷേപ്പും വെച്ചു, നല്ല കളറും വെച്ചു. ഈ പയറും കൂടെ എടുക്കാം. ഈ പയർ നല്ലോണം വിളഞ്ഞിട്ടുണ്ടേ. അപ്പം നമുക്കത് പൊളിച്ചിട്ടിട്ട് ഓലനൊക്കെ വെക്കുന്നവരില്ലേ, ഓലം വെക്കുന്നതിനും മെഴുക്ക് പുരട്ടി വെക്കുന്നതിനുമൊക്കെ വിളഞ്ഞ പയർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ പഴുത്ത പാവയ്ക്ക നമുക്കങ്ങ് പറിച്ചെടുക്കാം. പാവയ്ക്ക ഈ പഴുത്തതാണേലുണ്ടല്ലോ, നല്ലോണം വിളഞ്ഞ പാവയ്ക്കയാണ് പാവയ്ക്കയുടെ തീയൽ വെക്കാനായിട്ട് നല്ലത്. കണ്ടോ,
വീണ് കിടക്കുക. നമുക്ക് എടുക്കാവേ. നല്ല പടവലങ്ങ അല്ല, നല്ല കുമ്പളങ്ങയാണേ. 5-6 കോവയ്ക്ക കിടപ്പുണ്ടേ. അപ്പോൾ നമുക്കത് ചെറിയ ചെറിയ കോവയ്ക്കകളാണ്. നമുക്കതങ്ങ് വിളവെടുത്തേക്കാം. നേരത്തെ എനിക്കിവിടെ ഉണ്ടായിരുന്ന നീളം കൂടിയ ടൈപ്പൊന്നും ഇപ്പോൾ കാണാനില്ല. ഈ വാളമരയുടെ പയർ നമുക്ക് പറിക്കാവേ. പിരിച്ച് പറിച്ചില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ അറ്റത്തോട്ട് വീണ്ടും വീണ്ടും പൂക്കളുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതോടെ ഇങ്ങോട്ട് ഒടിഞ്ഞു പോരും. കണ്ടോ, ഇതിവിടെ കിടക്കട്ടെ. വിളഞ്ഞു തുടങ്ങിയാൽ പിന്നെ പറിക്കണ്ട. അപ്പോൾ അത് കിടന്ന് നമുക്ക് വിത്തെടുക്കാം. അപ്പം എൻ്റെ ഇത്രയും എണ്ണം നമുക്ക് പറിച്ചെടുക്കാം. മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ 1-2 വഴുതനങ്ങയുണ്ടേ. അപ്പോൾ നമുക്ക് വഴുതനങ്ങ അങ്ങോട്ട് പറിച്ചെടുക്കാം. ഇതുണ്ടോ, ഇത് ചെറിയ ഇനം വഴുതനങ്ങ, ഒത്തിരി വലിപ്പം വയ്ക്കുന്നതല്ല. കണ്ടോ, പിന്നെ ഇത് കുറച്ചുകൂടെ ഒക്കെ വലുതാകുന്നതാണ്. പക്ഷെ നമുക്ക് പറിച്ചെടുക്കാം. ദേ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ ചീര കണ്ടോ, നമ്മൾ പാകി കിളിപ്പിക്കാതെ തന്നെ കിളുത്ത് വന്നാന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണേ. ഇങ്ങനെ നമ്മൾ പറിച്ച് മാറ്റി വെക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ പൊക്കം വെച്ച് വരത്തുള്ളൂ. നല്ലൊരു ആരോഗ്യമുള്ള വളർച്ച അവർക്ക് അവിടെ തന്നെ നിന്നാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എല്ലാം മുറിച്ചെടുക്കാം. ഇപ്പോൾ അവിയൽ വയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് വലുതാകുന്നതിനെ പറ്റുവാണെങ്കിലുണ്ടല്ലോ അവരെ പിഴുതെടുക്കുക ചെയ്യേണ്ടത്. ചവിട്ടീന്ന് തന്നെ അവരെ പിഴുതെടുക്കണം. കണ്ടോ, ഇത് അവിയലിനകത്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. നമുക്കിത് ഇവിടെ ഒരു 5-6 പയർ കിടപ്പുണ്ടേ. അപ്പോൾ നമുക്ക് അവരെ കൂടെ അങ്ങ് പറിച്ചെടുക്കാം. അപ്പുറത്തെ സൈഡിലോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും കിട്ടുന്നത്രയും നമുക്കങ്ങ് പറിച്ചെടുക്കാം. ഇത് പഴുത്തു പോയി. കണ്ടോ, ഇച്ചിരി വലുതായി. ഇതും അതുപോലെ പഴുത്തു പോയി. ഈ മുറിഞ്ഞും പോയി. ഈ ചുവട് പയറേന്ന് നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി ഒരു വെള്ളരിക്ക വിളവെടുക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ വെള്ളരി ഉണ്ടേ. പക്ഷേ ചെടിയൊക്കെ ഉണങ്ങിപ്പോയതാണ്. കണ്ടോ, നമുക്ക് കണി വെക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണി വെക്കുന്ന കണിവെള്ളരി ഇത് കണ്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം കറികളൊക്കെ നാളെ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചമുളകും പയറും പാവയ്ക്കയും വെള്ളരിക്കയും കുമ്പളങ്ങയും അങ്ങനെ മിക്കവാറുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് നമുക്കിതിനി പെറുക്കി വെച്ച് കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.